ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനിന്നൊരു അടിപൊളി ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഉള്ളിപ്പൂവ് തോരനാണ്. അപ്പോൾ ഉള്ളിപ്പൂവ് 2 കെട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയിട്ട് വരട്ടെ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് കഴുകി 2 സൈഡൊന്ന് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഈ ഒരു കട്ടറിൽ വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കുന്നത്. നന്നായിട്ട് തന്നെ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ഒന്നിച്ച് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തേങ്ങ റെഡിയാക്കാം. അപ്പോൾ ഒരു അരമുറിയുടെ പകുതി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2-3 ഉള്ളി, 2-3 വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കുക കേട്ടോ. വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. സവാള വല്ലാണ്ട് അങ്ങോട്ട് മൂത്ത് പോകണ്ട കേട്ടോ. കാരണം ഇതിലേക്ക് നമുക്ക് നമ്മളുടെ ഉള്ളിത്തണ്ട് കൂടി ചേർത്ത് വേവിക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലാണ്ടൊന്നും മൂത്ത് പോകണ്ട. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളകും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേപ്പില കൂടി ചേർത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിപ്പൂ തണ്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മളുടെ ഈ ഒരു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലായിടത്തേക്കും ആകുന്ന രീതിയിൽ എല്ലായിടത്തേക്കും മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി തേങ്ങയിൽ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. വല്ലാണ്ട് അങ്ങോട്ട് വെന്ത് പോകണ്ട. ചെറുതായിട്ടൊന്ന് ആവി കയറുമ്പോൾ തന്നെ ഇത് അത്യാവശ്യം വെന്ത് വരും. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലായിടത്തേക്കും തേങ്ങയുടെ മിശ്രിതം സ്പ്രെഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ആ മുട്ട നടുക്കിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എല്ലായിടത്തേക്കും ആകുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മുട്ടയില്ലാണ്ടും ഈ തേങ്ങ മാത്രം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്. പക്ഷേ മുട്ട കൂടി ചേർക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഇതിന് വരുന്നത്. അതുകൊണ്ടാണ് കേട്ടോ മുട്ട ചേർത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഉള്ളിപ്പൂ തണ്ടൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.